ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2024 സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന 4 ബിസിനസ് ഐഡിയാസിനെ കുറിച്ചാണ്. ഏറ്റവും ആദ്യത്തെ ബിസിനസ് ഐഡിയ മെൻ്റൽ ഹെൽത്ത് ഹബ്ബുകളാണ്. എന്തുകൊണ്ടാണ് മെൻ്റൽ ഹെൽത്ത് ഹബ്ബുകൾ? കാലങ്ങളായിട്ട് മെൻ്റൽ ഹെൽത്ത് വലിയൊരു പ്രശ്നം തന്നെയാണ്. എങ്കിൽ പോലും മെൻ്റൽ ഹെൽത്ത് വലിയൊരു പ്രശ്നമായി നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. അതിന് കാരണം നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ ഒപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കമ്മ്യൂണിറ്റി ലിവിങ് ഉള്ള സമയത്ത് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. മെൻ്റൽ ഹെൽത്ത് വലിയൊരു പ്രശ്നമാവില്ല. പക്ഷേ ആരുമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ മെൻ്റൽ ഹെൽത്ത് ഒരു പ്രശ്നമായി മാറുന്നു. പല ആളുകളും ഡിപ്രഷനിലേക്ക് പോകുന്നു, വിഷാദ രോഗത്തിലേക്ക് പോകുന്നു. ഇതൊരു റിയൽ ഇഷ്യൂ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള ക്രൈസിസുകൾ, പലതരത്തിലുള്ള കോംപ്ലക്സുകൾ, പലതരത്തിലുള്ള ഫോബിയകൾ ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇതിനൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിസോർട്ട് രൂപത്തിലോ അല്ലെങ്കിൽ വലിയ ഒരു ആശുപത്രിയുടെ ഒരു ക്ലിനിക്കിൻ്റെ ഒക്കെ രൂപത്തിലോ തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്ത് ഹബ്ബുകൾക്ക് വലിയ സാധ്യതയുണ്ട്. 2024 തീർച്ചയായിട്ടും തുടങ്ങേണ്ട അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് തന്നെയാണ് മെൻ്റൽ ഹെൽത്ത് ഹബ്ബുകൾ. 2030 ആകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണ കാരണങ്ങളിൽ ഒന്ന് ഡിപ്രഷൻ ആകുമെന്നുള്ള പ്രഡിക്ഷനുകൾ പോലുമുണ്ട് എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ സാധ്യത ജെനറ്റിക് എഞ്ചിനീയറിങ്ങിലാണ്. വലിയ റിസർച്ചുകളാണ് ജെനറ്റിക് എഞ്ചിനീയറിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ജീനുകൾ ഏത് തരത്തിലും എഡിറ്റ് ചെയ്യാൻ പറ്റുകയും നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ജീനുകളെ മാറ്റാൻ പറ്റുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യ അടക്കം പുരോഗമിച്ചു വരികയാണ്. മാത്രമല്ല ജീനുകളെ നമുക്ക് ആവശ്യമുള്ള കസ്റ്റമൈസേഷനിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ പോലും സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നു. വലിയ സാധ്യതയാണ് ജീൻ എഡിറ്റിങ്ങിനും ജെനറ്റിക് എഞ്ചിനീയറിങ്ങിനും ജീനുമായി റിലേറ്റഡ് ആയിട്ടുള്ള DNA-യുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ബിസിനസ്സിനും. തീർച്ചയായിട്ടും ഹെൽത്തിനകത്ത് നല്ല ഫോക്കസുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ചിൻ്റെ ബേസ് ആവശ്യമുള്ള ഒരു ബിസിനസ് തന്നെയാണിത്. പക്ഷേ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾക്ക്, ഇതിനോട് ജെനറ്റിക് എഞ്ചിനീയറിങ്ങിനോട് താല്പര്യമുള്ള ആളുകൾക്ക് സുവർണ അവസരം തന്നെയാണ് ഭാവിയിൽ കാത്തിരിക്കുന്നത്. കാരണം വലിയ മാറ്റങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ വരാനിരിക്കുന്നു. 2024 തീർച്ചയായിട്ടും നല്ല ഒരു സമയമായിരിക്കും ഇത്തരം ബിസിനസ്സുകൾ ആരംഭിക്കാൻ. അടുത്ത ഒരു സാധ്യത പ്രൈവസി പ്രൊട്ടക്ഷൻ ടൂൾസിനാണ്. ഇന്നത്തെ കാലത്ത് ഒന്നും പ്രൈവറ്റ് അല്ല എന്നുള്ളതാണ് സത്യം. നമ്മളുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്കറിയാം. കാരണം നമ്മളൊരു സൈബർ യുഗത്തിലാണ് താമസിക്കുന്നത്, ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഇൻഫർമേഷനും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ ആവട്ടെ, നമ്മുടെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ആവട്ടെ, ഇതെല്ലാം തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും പല പ്ലാറ്റ്ഫോമുകളിലും കൊടുക്കുന്നുണ്ട്. നമുക്ക് തന്നെ ധാരണയില്ല ഇതൊക്കെ എത്രമാത്രം സെക്യൂർ ആണ് എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഓരോ ഓർഗനൈസേഷനും ഓരോ വ്യക്തിക്കും തങ്ങളുടേതായിട്ടുള്ള പ്രൈവസി, തങ്ങളുടേതായിട്ടുള്ള വളരെ കോറായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സർവീസുകൾക്കും വലിയ സാധ്യതയാണ്. ഇപ്പോൾ ഡാറ്റ സെക്യൂരിറ്റി, പ്രൈവസി പ്രൊട്ടക്ഷൻ എന്നുള്ള മേഖലകളിലുള്ള എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളുടെയും സാധ്യത വർദ്ധിച്ചു വരുന്നു. 2024 തീർച്ചയായിട്ടും ഇത് തുടങ്ങിയേ പറ്റൂ. അടുത്ത ഒരു സാധ്യത 3D പ്രിൻറ്റിങ്ങിനാണ്. കുറേ കാലങ്ങളായി പറഞ്ഞ് കേട്ടുവരുന്ന ഒരു വിഭാഗം തന്നെയാണ് 3D പ്രിൻറ്റിങ്. അതിന് ടെക്നോളജി ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. 3D പ്രിൻറ്റിങ്ങിൻ്റെ പുതിയ മെഷീനുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ 3D പ്രിൻറ്റിങ് മാറി തുടങ്ങിയിട്ടുണ്ട്. പല ഐറ്റംസും പല ഇന്നവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും 3D പ്രിൻറ്റിങ് വഴി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് 3D പ്രിൻറ്റിങ് വലുതായിട്ടുണ്ട്. എന്തിന് ഒരു വീട് പോലും 3D പ്രിൻറ്റിങ്ങിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാലം മാറിയിരിക്കുന്നു, ടെക്നോളജി മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും 3D പ്രിൻറ്റിങ്ങിൻ്റെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ 2024 ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും സുവർണ്ണ കാലഘട്ടമായി മാറിയേക്കാം. അപ്പോൾ 2024 തുടങ്ങുകയും പിന്നീട് അടുത്ത ഒരു 5-6 വർഷത്തേക്ക് നന്നായി ഫ്ലറിഷ് ചെയ്യുകയും ചെയ്യാൻ സാധ്യതയുള്ള ബിസിനസ്സുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും വലിയ റിസർച്ച് ആവശ്യമുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ കൃത്യമായ പഠനവും പ്ലാനും ആവശ്യമുണ്ട്. ഒറ്റയടിക്ക് തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സുകളല്ല. എങ്കിൽ പോലും ഈ ബിസിനസ് സെഗ്മെൻറ്റുകളെല്ലാം തന്നെ 2024 മുതലേ തുടങ്ങിയില്ലെങ്കിൽ ഒരുപക്ഷെ പല ആളുകളും തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് അവരെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ആദ്യമേ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുകയും ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുകയും ആദ്യം തന്നെ ആ മാർക്കറ്റ് ലീഡറായി മാറുകയും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വലിയ സാധ്യതകൾ നിങ്ങൾക്ക് ഭാവിയിലേക്ക് വേണ്ടി കരുതി വയ്ക്കുന്നുണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.